അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയിൽ മാറിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഇവരുടെയും വയറ്റുപഴുപ്പിന്റെ പ്രശ്നമാണ്. ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ. അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും, എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയും, മനുഷ്യന്റെ വാല്യൂ. സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാവണം. ഇല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ പറഞ്ഞ ഈ കാര്യത്തിനല്ല, ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. മര്യാദയ്ക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും അതിന് കാരണമുണ്ട്. ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ്. എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോ അയാൾക്ക് അങ്ങനെ ചെയ്യും. അയാൾ ഗ്രൂപ്പ് വിളിക്കും, ചിലപ്പോ വേറെ എന്തെങ്കിലും പറയും, വെറുതെ അടുത്തിരിക്കുന്നവരോട് ചൊറിയും, ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലോക്കായിട്ട് പാട്ട് കേൾക്കും, ഫോൺ കോൾ ചെയ്യും. അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതങ്ങനെ ചെയ്തത്. എന്താ പറയുന്നത്, സിനിമയ്ക്ക് ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യണതല്ല. ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ ഇത് ലാൻഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് വേറെ കാര്യം പറഞ്ഞാൽ ഇത് ഇവരുടെയും വയറ്റുപഴുപ്പിന്റെ പ്രശ്നമാണ്. ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ. അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ ആക്ച്വലി. ഇപ്പോ അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ, അങ്ങനെ രണ്ടു മൂന്ന് തക്കടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയിൽ മാറിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ മണ്ടന്മാരല്ലോ. കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. അപ്പൊ എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും, എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയും, മനുഷ്യന്റെ വാല്യൂ. ഒരാളെന്റെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുമല്ലോ. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും പടം കണ്ട അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം.